ഓഫ് ഇൻസെൻറ്റീവ് സ്കീംസ് ആണ്. ജോലി ചെയ്യുന്ന ലേബേഴ്സിന് ഏതൊക്കെ തരത്തിലാണ് അവർക്ക് നമ്മൾ ശമ്പളം കൊടുക്കുക ചില കമ്പനികളിൽ എന്നാണ് പഠിക്കാൻ പോണത്. ഏർണിങ്സ് വേരി ഇൻ ദ സെയിം പ്രപ്പോർഷൻ ആസ് ഔട്ട്പുട്ട്. ഇതൊരു ടൈപ്പാണ്. ഔട്ട്പുട്ടിൻ്റെ അനുസരിച്ചാണ് നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കുന്നതെങ്കിൽ എങ്ങനെ ഉണ്ടാവുകയെന്ന്. ഫസ്റ്റ് വൺ, സ്ട്രെയിറ്റ് പീസ് വർക്ക് സിസ്റ്റം എന്ന് വെച്ചാൽ അവരെത്ര പ്രൊഡക്ട്സ് ആണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ക്യാഷ് കൊടുക്കുക. ഇന്നലെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി നോക്കുക. ഇഫ് ദ പെർ യൂണിറ്റ് റേറ്റ് ഈസ് 10 പൈസ ആൻഡ് ടോട്ടൽ ഔട്ട്പുട്ട് ഈസ് 1000 യൂണിറ്റ്സ്, അതായത് ഒരു സാധനം ഉണ്ടാക്കിയാൽ 10 പൈസ തരും, അയാൾ ടോട്ടൽ 1000 യൂണിറ്റ്സ് ഉണ്ടാക്കി. ദെൻ ദ ഏർണിങ്സ് വിൽ ബി 0.10 into 1000, അതായത് പീസ് റേറ്റ് ഇൻ ടു നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. അപ്പം ₹100 ആയിരിക്കും അയാളുടെ വേജ്. അതാണ് സ്ട്രെയിറ്റ് പീസ് വർക്ക് സിസ്റ്റം. എത്ര പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചാണ് ശമ്പളം കിട്ടുക. നെക്സ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് ഹവർ സിസ്റ്റം എന്ന് വെച്ചാൽ എത്ര മണിക്കൂറാണോ അയാൾ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അയാൾക്ക് ശമ്പളം കൊടുക്കുക. എക്സാമ്പിൾ നോക്കുക. സ്റ്റാൻഡേർഡ് ടൈം 8 hours, റേറ്റ് പെർ അവർ 2, അതായത് 8 മണിക്കൂറാണ് അയാൾ വർക്ക് ചെയ്തത്, 1 മണിക്കൂറിന് അയാൾക്ക് ₹2 വീതം കൊടുക്കും. ഫസ്റ്റ് കേസ് നോക്കുക. ടൈം ടേക്കൺ 6 hours, ഏർണിങ്സ് ഈക്വൽ ടു 8 into 2, അതായത് ഒരാൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 6 മണിക്കൂർ എടുത്തിട്ടുള്ളൂ, എന്നാലും അയാൾക്ക് 8 into 2 തന്നെ ആയിരിക്കും ശമ്പളമായിട്ട് കിട്ടുക. സ്റ്റാൻഡേർഡ് ഹവർ സിസ്റ്റം പ്രകാരം 8 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട ജോലി അയാൾ 6 മണിക്കൂർ കൊണ്ട് തീർത്തു, പക്ഷേ അയാൾക്ക് 8 മണിക്കൂറിനുള്ള ശമ്പളം തന്നെ കൊടുക്കും. 8 into 2 16 ആയിരിക്കും അയാളുടെ ശമ്പളം. ഇനി ടൈം ടേക്കൺ 10 hours ആണ്. 10 മണിക്കൂർ അയാൾ വർക്ക് ചെയ്തു. 8 മണിക്കൂർ തീർക്കേണ്ട ജോലിയാണ്, പക്ഷേ അയാൾ 10 മണിക്കൂർ വർക്ക് ചെയ്തു, എന്നാലും അയാൾക്ക് കിട്ടിയ എത്രയാ? 8 into 2 തന്നെ ആയിരിക്കും ശമ്പളം. സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു റേറ്റ് പെർ അവർ, അതായത് 16, അത്ര തന്നെ അയാൾക്ക് ശമ്പളമായിട്ട് കൊടുക്കുള്ളൂ. ഇനി ചില കേസിൽ ടൈം വേജസ് ആർ ഗ്യാരണ്ടീഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് ചില കേസുകളിൽ എംപ്ലോയീസ് ഓവർ ടൈം വർക്ക് ചെയ്താൽ അതിനുള്ള ശമ്പളം കൂടി കൊടുക്കാമെന്ന് ചില കമ്പനികൾ പറയും. അങ്ങനെയുള്ള കേസുകളിൽ 10 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശരിക്കും വർക്ക് ചെയ്യേണ്ട എത്ര മണിക്കൂറാണ്? 8 മണിക്കൂറാണ്. 10 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 10 into 2, അതായത് ₹20 ശമ്പളമായിട്ട് ലഭിക്കും. അത് ക്വസ്റ്റ്യനിൽ എടുത്തു പറയും ടൈം വേജസ് ആർ ഗ്യാരണ്ടീഡ് എന്ന്. നോർമലി ടൈം വേജസ് ആർ നോട്ട് ഗ്യാരണ്ടീഡ് ആണ്. ക്വസ്റ്റ്യനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വർക്ക് ചെയ്ത ഫുൾ ടൈമിനും നമ്മൾ ശമ്പളമായിട്ട് കൊടുക്കും. അടുത്തത്, ഏർണിങ്സ് വെരി ലെസ് പ്രപ്പോർഷനേറ്റ്ലി ദാൻ ഔട്ട്പുട്ട്, അതായത് അയാളുടെ ഔട്ട്പുട്ടിന് അനുസരിച്ചിട്ടല്ല അയാൾക്ക് ശമ്പളം കൊടുക്കുന്നതെങ്കിൽ ഏതൊക്കെ ടൈപ്സ് ആണുള്ളത് ശമ്പളം കൊടുക്കുന്നത്. ഫസ്റ്റ് വൺ, ഹാൽസി പ്ലാൻ എന്ന് വെച്ചാൽ ചില ആൾക്കാർ ടൈം സേവ് ചെയ്യും. അതായത് നേരത്തെ കണ്ടല്ലോ, 8 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ജോലി 6 മണിക്കൂർ കൊണ്ടൊക്കെ ചില ആൾക്കാർ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അയാൾ 2 മണിക്കൂർ സേവ് ചെയ്തല്ലോ. ആ 2 മണിക്കൂർ സേവ് ചെയ്തതിന് അയാൾക്ക് ശമ്പളമൊന്നും കിട്ടുന്നില്ലല്ലോ, നേരത്തെ കണ്ടില്ലേ. ആ കേസുകളിൽ എന്താ ചെയ്യുക എന്നാണ് ഹാൽസി പ്ലാനിൽ പറയുന്നത്. എക്സാമ്പിൾ നോക്കുക. സ്റ്റാൻഡേർഡ് ടൈം 8 hours, റേറ്റ് പെർ അവർ 2. 8 മണിക്കൂറാണ് നോർമലി അയാൾ വർക്ക് ചെയ്യേണ്ടത്, 1 ഹവറിന് ₹2 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടൈം ടേക്കൺ 8 hours, അങ്ങനെയാണെങ്കിൽ ആൾക്ക് എത്ര രൂപ ശമ്പളമായിട്ട് കിട്ടും? ഏർണിങ്സ് ഈക്വൽ ടു 8 into 2 16, ₹16 ശമ്പളമായിട്ട് കിട്ടും. ടൈം ടേക്കൺ 10 hours, അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും? 10 into 2 ഈക്വൽ ടു ₹20. എത്ര മണിക്കൂറാണോ വർക്ക് ചെയ്യണത് അത്രയും ശമ്പളം കിട്ടും ഹാൽസി പ്ലാനിൽ. ഇനി ടൈം ടേക്കൺ 6 hours, 8 hours വർക്ക് ചെയ്യേണ്ട ജോലി അയാൾ 6 hours കൊണ്ട് തീർത്തു. അപ്പോൾ അയാൾക്ക് കിട്ടുക ടൈം വേജും കിട്ടും, അതിൻ്റെ കൂടെ ബോണസും കിട്ടും. എന്തിനാ ബോണസ് കൊടുക്കുന്നത്? അയാൾ ടൈം സേവ് ചെയ്തതിനാണ് ഈ ബോണസ് കൊടുക്കുന്നത്. അപ്പോൾ ടൈം വേജ് നോർമലി 6 hours-ന് ₹2 വീതം ₹12 കിട്ടും. ബോണസ് ആയിട്ട് കൊടുക്കുക അയാൾക്ക് എത്ര ഹവേഴ്സാണോ സേവ് ചെയ്തേ നോക്കൂ. ഇവിടെ എത്ര ഹവേഴ്സ് സേവ് ചെയ്തേ?
8 hours വർക്ക് ചെയ്യണം. 6 hours അയാൾ വർക്ക് ചെയ്തിട്ടുള്ളൂ. സേവ് ചെയ്തത് 2 hours ആണ്. 2 ഹവേഴ്സിൻ്റെ ശമ്പളത്തിൻ്റെ പകുതി ബോണസ് ആയിട്ട് കൊടുക്കും. 2 ഹവേഴ്സിൻ്റെ ശമ്പളം 2 × 2 ആണ്. അതിൻ്റെ പകുതി ബോണസ് ആയിട്ട് കൊടുക്കും. ഇപ്പം എത്ര കിട്ടി? 2 രൂപ ബോണസ് ആയിട്ടും കൂടി കിട്ടി. ഇപ്പം ടോട്ടൽ ആളുടെ ശമ്പളം നോർമൽ വേജ് പ്ലസ് ബോണസ്, അതായത് 14 രൂപയാണ് അയാളുടെ ടോട്ടൽ വേജ് ആയിട്ട് കിട്ടുക. ഇനി അടുത്തത് റോവൻ പ്ലാനാണ്. റോവൻ പ്ലാനിൽ നേരത്തെ 50% ആണല്ലോ കൊടുത്തത്. ടൈം സേവ് ചെയ്തതിൻ്റെ 50% ആണ് ബോണസ് ആയിട്ട് കൊടുത്തത്. ഇവിടെ ടൈം സേവ് ചെയ്തതിൻ്റെ പ്രപ്പോർഷനാണ് ബോണസ് ആയിട്ട് കൊടുക്കുക. എക്സാമ്പിൾ നോക്കുക. സ്റ്റാൻഡേർഡ് ടൈം 8 hours, റേറ്റ് പെർ അവർ 2. ടൈം ടേക്കൺ 8 hours. 8 hours വർക്ക് ചെയ്താൽ 8 × 2. ടൈം ടേക്കൺ 10 hours, 10 × 2. അതൊന്നും കുഴപ്പമില്ല. ടൈം സേവ് ചെയ്യണ കേസാണ് മാറ്റം വരിക. ടൈം ടേക്കൺ 6 hours. 6 മണിക്കൂർ കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. 8 hours ആണ് വർക്ക് ചെയ്യേണ്ടിരുന്നത്. അപ്പോൾ അയാൾക്ക് നോർമലി വേജും കിട്ടും, അതിൻ്റെ കൂടെ ബോണസും കിട്ടും. വേജ് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? എത്ര മണിക്കൂർ വർക്ക് ചെയ്തു ഇൻറ്റു 1 മണിക്കൂറിനുള്ള ശമ്പളം. അപ്പം 12 rupees വേജ് കിട്ടി. ഇനി ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം റേറ്റ് പെർ അവർ ഇൻറ്റു ടൈം സേവ്ഡ്. എത്ര മണിക്കൂറാണ് സേവ് ചെയ്തത്? 8 - 6 ബൈ ടോട്ടൽ സ്റ്റാൻഡേർഡ് ടൈം. സ്റ്റാൻഡേർഡ് ടൈം എത്രയായിരുന്നു? 8 ആണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം 2 × 2/8 എത്ര കിട്ടുക? 1.5 ആണ് കിട്ടുക. അപ്പോൾ 1.5 ആണ് അയാളുടെ ബോണസ്. അപ്പോൾ ടോട്ടൽ ശമ്പളം എത്രയാണ്? വേജ് പ്ലസ് ബോണസ് ആണ് എപ്പോഴും ടോട്ടൽ ശമ്പളം. അപ്പം വേജ് 12 ആണ്, ബോണസ് 1.5 ആണ്. ടോട്ടൽ ശമ്പളം 13.5 ആണ്. ഇതിൽ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചെറിയൊരു ഇടങ്ങാറുള്ളത്. ബോണസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. റേറ്റ് പെർ അവർ ഇൻറ്റു റേറ്റ് ഇൻറ്റു ടൈം സേവ്ഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം. അതാണ് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ടൈം സേവ്ഡ് എങ്ങനെയാണ് കാണുക? സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ ആണ്. അതും വേണമെങ്കിൽ എഴുതി വെക്കുക. സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ടൈം ടേക്കൺ, അതാണ് ടൈം സേവ്ഡ്.